ഹായ്, അപ്പോൾ എല്ലാ മുത്തകൾക്കും നമ്മളെ പുതിയൊരു ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വ്ളോഗാണ്. നമ്മുടെ ചാനൽ വ്ളോഗിങ് ആൻഡ് ഗെയിമിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ചെറിയൊരു വ്ളോഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ചുറ്റിലും നോക്കിയാൽ കാണാം. നമ്മുടെ കുട്ടനാടിലെ കൈനകരി എന്ന ഗ്രാമത്തിലെ ടെർമിനലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ഒരു മാവിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളും അതുമൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് കണ്ടു നോക്കാം ഗൈസ്. നമ്മളിപ്പോൾ കയറിയത് നമ്മളെ ടെർമിനലിലേക്ക് കയറി നമ്മൾ ഫോട്ടോ ഗാലറി സൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ ചുറ്റും നോക്കി എന്ത് രസമാണ് ഗൈസ്, നല്ല രസം. പക്ഷേ ഇവിടെ എല്ലാം പ്ലാസ്റ്റിക്കും അതെല്ലാം ഇട്ടേക്കുവാണ്. നമ്മൾ ഫോട്ടോ ഗാലറിയിലേക്ക് കയറി ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ചുറ്റും കായലാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ചുറ്റും കായലാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഗാലറിയിലേക്ക് കയറി നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാണാം. അവിടെ നിന്ന് അങ്ങോട്ട് വേറെ വട്ടക്കായൽ എന്നാണ് ഇനി പറയുന്നത്, എനിക്ക് ശരിക്കറിയത്തില്ല. അങ്ങ് നോക്കി ഒരു ചെറിയൊരു മോഡൽ കാണാം, കൈറ്റിൻ്റെ അതുമൊക്കെ കണക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം. നമ്മളിത് ഇപ്പോൾ ഒരു സ്ഥലം ഇവിടെ കമ്പിയൊക്കെയാണ്, പക്ഷേ ഇങ്ങോട്ടേ അല്ല ഇറങ്ങാൻ. എനിക്കൊന്ന് ബോട്ട് കെട്ടിയാണ് നമ്മളിവിടെ കമ്പിയൊക്കെയാണ്. അതെ, അങ്ങൊരു ഏറ്റവും ഭയങ്കര ഇവിടുന്ന് ദൂരെ നോക്കിയിട്ട് ബിൽഡിങ് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, കാണുമെന്ന് വിചാരിക്കുന്നു. അവിടെ നമ്മുടെ ആലപ്പുഴയാണ് ഗൈസ്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ ആലപ്പുഴ. ഗൈസ് ഇവിടെ സൂപ്പർ ബോട്ട് വരുന്നത് ഗൈസ്, ഒരു ബോട്ടാണ് നമ്മുടെ ബോട്ട് വരുന്നത്. ഇതൊക്കെ ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്, എന്നാലും ഞങ്ങൾ അപ്പർ കുട്ടനാടാണ്. ഇത്ര മനോഹരമാണ്, വേറെ എങ്ങും കാണാൻ വഴിയില്ല. ഇത്ര മനോഹരം, എന്ത് രസമാണ് കേട്ടത്, എന്ത് ആ ഓളമൊക്കെ അടിച്ചത്, എന്ത് രസമാണ് കാണാൻ. നോക്കുക പൊളി ഇപ്പൊ തന്നെ ചാടാൻ തോന്നുവാണ് കഴിച്ച വെള്ളത്തിൽ. ഇത് അറിയാത്ത വേറെ കാര്യം, ചാടിയാ പിന്നെ അറിയാമല്ലോ കഴിച്ചു. അവിടെ നോക്കിയൊരു ജെട്ടി പോലെ അത് കാണാം, ബോട്ട് ജെട്ടിയാണെന്ന് തോന്നുന്നു. ബോട്ട് ജെട്ടിയാണ് കഴിച്ച്. ഇവിടെ ബോട്ടും എല്ലാം വരുവാണ്. വട്ടക്കായലാണ്, നോക്കൂ ഫുള്ളൊരു റൗണ്ട് പോലെ. അതാണെന്നാണ് എനിക്കറിയില്ല, ഇങ്ങനെ എന്തോ ഒരു പേരുണ്ട്, വട്ടക്കായൽ എന്നാണ് ഇതിന് പറയുന്നത്. പുന്നവടക്കായലൊക്കെ അതിൻ്റെ അപ്പുറം എങ്ങാണ്ടോ ആണ്, അവിടെ ആണ്. അപ്പോൾ എന്ത് രസമാണ് കഴിച്ച് കാണാൻ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരിടത്തേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിനെ ഇത് ആകർഷിക്കുകയാണ് ഈ വരാൻ. ഇപ്പോൾ കുട്ടനാട്ടിലെ എല്ലാ സ്ഥലത്ത് പോയാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ തോന്നുവാണ് കഴിച്ച്. അതാണ് നമ്മുടെ കുട്ടനാടിൻ്റെ പ്രത്യേകത. ആലപ്പുഴക്കാരൻ എനിക്കറിയത്തില്ല. നല്ല രസമാണ് ഇവിടുന്ന് കാണാൻ. പക്ഷേ ഇത് കണ്ടോ ഗൈസ്, അവിടെ പ്ലാസ്റ്റിക്കും ഒക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉള്ള എല്ലാം പുറത്തുനിന്ന് വരുന്നവരും എല്ലാവരും ഇവിടെ കൊണ്ട് നിക്ഷേപിക്കരുത്. നമ്മുടെ പുതിയ രോഗങ്ങൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ കൂടെ പകരുന്ന മറ്റേ ഷിഗല്ല, പിന്നെ നമ്മുടെ അറിയാമല്ലോ കൊറോണ വൈറസ്. അത് പക്ഷേ വെള്ളത്തിൽ കൂടെ അല്ല പകരുന്നത്. അത് കൊറോണ വൈറസ് അതിതീവ്ര കൊറോണ വൈറസ് വന്നെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് വെച്ചിട്ടൊക്കെ ഇട്ടുപോയതാണ് പ്ലാസ്റ്റിക്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ആരും ഇവിടെ ഇടുകയൊന്നും ചെയ്യില്ല. നമ്മുടെ ഭൂമിയെ നമ്മൾ തന്നെ മലിനമാക്കാതിരിക്കുക. നമുക്ക് അവിടുത്തെ ഒരു വ്യൂ കാണാം. ഇതൊക്കെ നമ്മൾ മാസ്ക് വെക്കട്ടെ, മാസ്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് കെട്ടാനാണ്. ഇവിടെ 3 ഹൗസ് ബോട്ട്, 1, 2, 3, അവിടെ 4, 5 കുറേ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. അവിടെ എല്ലാ രസമാണ് കഴിച്ചാണ്. നല്ല കഴിച്ചു. ഇവിടെ ഫുള്ളും സൈഡിലും കട്ടും പ്ലാസ്റ്റിക്കും ഒക്കെയാണ്. ദയവ് ചെയ്ത് ആരും ഇതല്ല, ഞാൻ പിന്നെ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു, പൊളിയാണ്. എന്തായാലും നിങ്ങൾ എല്ലായിടത്തേക്കും ഒക്കെ വരേണ്ടതാണ്. പൊളിയാണ് പൊളി. ഇത് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൈറ്റ് പോലെ കണ്ടാണ് ഇരിക്കുന്നത്. പൊളിയാണ് കഴിച്ച്. നല്ല രസമുണ്ട്. എന്താ
ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാലും നല്ല കാണാനും ഒരു ഷെയ്ഡും ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന്. എന്തായാലും കുറേ പേരവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. പിന്നെ ഇവിടെ കുറേ ചെറുകടയും എല്ലാം കൊണ്ട് നമ്മുടെ ടെർമിനൽ പൊളിയാണ്. അവിടെ നോക്കിയാൽ കാണാൻ ചെറുകട അങ്ങനെ കുറേ ഇതുണ്ട്. ഇതെന്താണ് ശരിക്കും വെച്ചേക്കുന്നത്? അതിന് ശേഷം ആരും കുറേ എഴുതി വെച്ച് ഇങ്ങനെയൊന്നും ആരും എഴുതാതിരിക്കുക. പൊളിയാണ്. ഇവിടെ കുറേ ബോട്ടും കിടപ്പുണ്ട്, ചെറുകടയൊക്കെ കിടപ്പുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഗൈസ്. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ഫുള്ള് പച്ചപ്പ്, നല്ല രസം. അയ്യോ കടന്ന് അനങ്ങുമാണ് ഗൈസ്. എൻ്റെ ബോട്ട് കണ്ട ഗൈസ്. അപ്പം തന്നെ അറിയാം നിങ്ങൾക്ക് എത്ര മാത്രം അനങ്ങുന്നുണ്ടെന്ന്. ഇത് അവിടെ അറ്റത്ത് ചുമ്മാ നിൽക്കാം. ഇതെനിക്ക് പൊങ്ങി കിടക്കുന്ന ഒരു ടാങ്കിലാണ് ഇതെല്ലാം കെട്ടിയിട്ടേക്കുന്നത് ഗൈസ്. ഇത് അതുകൊണ്ട് തന്നെ അനങ്ങുന്നതാണ്. ഇത് അവിടെ നിന്ന് ഒരു വലിയ ഹൗസ് ബോട്ട് വരുന്നുണ്ട്. ഹൗസ് ബോട്ടാണ്. കൈനഗിരി എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷന് പറ്റിയ ഒരു സ്പോട്ടാണ് കൈനഗിരി. ഷൂട്ടിങ് ഫുള്ള് എന്തൊക്കെ സിനിമ, മൈബോസ്, പിന്നെ മൈബോസ്, പുള്ളിപ്പുളികളും ആട്ടുംകുട്ടികളൊക്കെ പറഞ്ഞ എന്ത് മാത്രം സിനിമ, കുട്ടനാടൻ മാർപ്പ, കുട്ടനാടൻ ബ്ലോഗ്, മമ്മൂട്ടിയുടെ എന്തെല്ലാം സിനിമയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത്ര മനോഹരമായ ഒരു സ്ഥലമാണിത്. അപ്പോൾ പൊളിയാണ് ഗൈസ്. നിങ്ങളെല്ലാം ഒന്ന് വിശദമായി എല്ലാം കാണുന്നത്. എന്ത് രസമാണ് ഗൈസ്. ഗൈസ് നമ്മുടെ എല്ലാം അവിടെ കുറേ പേരൊക്കെ വന്ന് നല്ല നിറഞ്ഞ ടിക്കറ്റിട്ട് അവിടെ നിന്നൊരു ബോട്ട് പോകുന്നു. പിന്നെ ഒരു കാര്യം, മാസ്ക് മുഖ്യമാവില്ലേ, മാസ്ക് വെക്കണം. മാസ്ക് വെച്ചില്ലെങ്കിൽ കൊറോണ വരുന്നത്. ഇതേ നമ്മുടെ കുട്ടനാടൻ വ്ളോഗ് എന്ന് പറയുന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതുപോലെ കുട്ടനാട് നമ്മൾ വ്ളോഗ് നടത്തിയേക്കാണ്. കൈനഗിരിയിലാണ് നമ്മൾ വ്ളോഗ് നടത്തിയേക്കുന്നത്. അപ്പോൾ എന്ത് രസമാണ് ഗൈസ് കാണാൻ. നിങ്ങൾ എന്തായാലും ഇവിടെ വരേണ്ടതാണ്. വന്ന് നമ്മുടെ ഈ സീനറിയും എല്ലാം കാണുവാണ്. മാസ്ക് മുഖ്യമാണ്. എന്നാലും നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ മാസ്ക് ഊരിയേക്കാണ്. മാസ്കും സാനിറ്റൈസറും എല്ലാം ഉപയോഗിച്ച് നമ്മൾ സുരക്ഷിതമായിട്ട് നടക്കുക, വീട്ടിലിരിക്കുക. ഞങ്ങൾ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നപ്പോൾ ചുമ്മാ ടെർമിനലിൻ്റെ അടുത്ത് കയറി. പൊളിയാണ് ഗൈസ്. എന്ത് രസമാണ്. നിങ്ങൾ നോക്കുക ഗൈസ്. ചുറ്റും വെള്ളവും ഫുള്ള് അടിപൊളിയാണ് ഗൈസ്. പൊളിയാണ്. നിങ്ങൾ എന്തായാലും വരേണ്ടതാണ്. പൊളിയാണ്. നിങ്ങൾക്ക് വരണമെന്നുള്ളവരും വന്നവരും എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പൊളിയാണ് ഗൈസ്.